എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നേരിട്ട് സംഭാഷണത്തിലേക്ക് കടക്കാമല്ലോ. സഹറിന്റെ പുസ്തകത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന 1.5 മണിക്കൂർ നേരത്തിന്റെ പുരാവൃത്തം എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. നേരത്തെ സഹറുവിനെ പരിചയപ്പെടുത്തിയ സമയത്തൂടെ പറഞ്ഞു അദ്ദേഹം മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വദേശിയാണ് എന്നൊക്കെ. അങ്ങനെ തീർത്തും ഗ്രാമീണമായ ഒരു മേഖലയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒക്കെയുള്ള ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്ന്, വളരെ സാധാരണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ വന്ന് വ്യത്യസ്തമായ എഴുത്തുവഴിയിലൂടെയൊക്കെ എത്തി സഹറു ആദ്യമായി എഴുതുന്ന നോവൽ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലാണ് എന്നുള്ളത്. സഹറു പഠിക്കുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മലയാളം മീഡിയത്തിലും സഹറുവിൻ്റെ മൊത്തം സമ്പർക്കങ്ങളും ജീവിത പരിസരങ്ങളും ഒക്കെ തീർത്തും കേരളീയവും സാധാരണവുമായിട്ടുള്ള അന്തരീക്ഷങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഈ നോവലിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് അതും അങ്ങനെയാണ്. അരീക്കോടിന് തൊട്ടടുത്തുള്ള വൈഗ എന്ന് അദ്ദേഹം പേരിട്ട് വിളിക്കുന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിൽ ഒരു ജൂൺ മാസത്തിൽ കനത്ത മഴയത്ത് ഇതുപോലുള്ളൊരു വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം നടക്കുന്ന 1.5 മണിക്കൂറിൻ്റെ ഒരു ദുരന്ത കഥയാണ് അദ്ദേഹം പറയുന്നത് ഈ നോവലിലൂടെ. അതിലൂടെ യഥാർത്ഥത്തിൽ കേരളീയ ജീവിതത്തിൻ്റെ, കേരളീയ സാംസ്കാരിക ജീവിതത്തിൻ്റെ, കേരളീയ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ, കേരളീയ പൗരബോധത്തിൻ്റെ, ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള ആധുനിക ഏറ്റവും നവീനമായ മാധ്യമങ്ങളുടെ കേരളീയ ജീവിതത്തിലെ ഇടപെടലുകളുടെ ഒക്കെ ഒരു വലിയ അനാവരണവും വിവരണവും അതുപോലെ തന്നെ വിമർശനവുമാണ് അദ്ദേഹം ഈ നോവലിലൂടെ നടത്തുന്നത് എന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് സഹറു ഇങ്ങനെയുള്ള വളരെ കേരളീയമായ ഒരു പ്രമേയം അരീക്കോട്ടുകാരനായ സാധാരണ ജീവിത പരിസരങ്ങളിൽ നിന്ന് വന്ന് താങ്കൾ ഇംഗ്ലീഷിൽ എഴുതിയത്, ഈ നോവലിൻ്റെ ഒരു ഭാഷയായി ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? അതിന് പ്രത്യേകിച്ചിട്ട് കാരണമൊന്നുമില്ല. അത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് വായിച്ച പുസ്തകങ്ങൾ സാഹിത്യ പുസ്തകങ്ങളായിരുന്നു. അങ്ങനെ സാഹിത്യം ഇഷ്ടപ്പെട്ടു, അങ്ങനെ ആയി. സാധാരണ ഇംഗ്ലീഷ് വായിക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളുണ്ട്. സഹറു തിരഞ്ഞെടുത്ത മാർഗം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, സാഹിത്യ പുസ്തകങ്ങൾ വായിക്കുകയാണ്. ആ ഒരു വായനയെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ആദ്യമായിട്ട് വായിച്ച ഇംഗ്ലീഷ് പുസ്തകം എനിക്ക് തോന്നുന്നത് 18 19 വയസ്സിൽ ജിത്തു കൃഷ്ണമൂർത്തിയുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫ്രീഡം. ഈ പുസ്തകത്തിൽ പുള്ളി കുറേ ഒരു ഇപ്പോൾ പറയാൻ പറ്റുമോ, അതൊരു കൈൻഡ് ഓഫ് സെൻ ബുദ്ധിസ്റ്റ് തോട്ടാണ്, അല്ലെങ്കിൽ വേർഷൻ ഓഫ് സെൻ ബുദ്ധിസ്റ്റ് തോട്ട്. ബട്ട് ആ സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും മനസ്സിലായില്ല. ഞാനത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങേരെ വായിച്ചു തുടങ്ങിയത്. പക്ഷേ അങ്ങേരുടെ ചിന്തകൾ വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നി, അട്രാക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ പുള്ളി പറയും, നിങ്ങൾ ദൈവത്തെ, ദൈവശിക്ഷയെ ഭയന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾ ദൈവത്തിൻ്റെ ശിക്ഷയാണ് ആരാധിക്കുന്നത്, അല്ലാതെ ദൈവത്തെ അല്ല എന്നുള്ള സെൻറ്റൻസുകളൊക്കെ വായിച്ച് വളരെ വളരെ ആകർഷിതനായി. പിന്നീട് ഞാൻ വായിച്ച പുസ്തകങ്ങൾ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈ വായിക്കുന്ന കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഓൾറെഡി ന്യൂ ഇംഗ്ലീഷ്. സോ ഞാൻ ആ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ പോയി, ഇവർ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ നോക്കി വീട്ടിൽ പോയി മുറിയിൽ ഇഷ്യൂ ചെയ്ത് കൊണ്ടുപോയി ഞാനും വായിക്കും. പക്ഷെ അപ്പോഴും ഞാനൊരു ഘട്ടത്തിലും ഗ്രമാറ്റിക്കലായിട്ടൊന്നും ഒന്നൊരു കൺസൾട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഒരു 30 വയസ്സ് വരെയൊക്കെ അപ്പോഴും അൺഗ്രമാറ്റിക്കലായിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. എൻ്റെ സാഹിത്യത്തിലേക്കുള്ള വരവ് വളരെ കാലങ്ങൾ നീണ്ടു നിന്നതുമാണ്, വളരെ ബുദ്ധിമുട്ട് ഉള്ളതാണ്. അത് കാരണം ഞാനിതൊരു തൊഴിലായിട്ടാണ് കാണുന്നത്. എനിക്ക് യാതൊരു കാൽപ്പനികമായിട്ടുള്ള ഒരു സ്നേഹവും സാഹിത്യത്തിനോടില്ല. സാഹിത്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. അതിൻ്റെ തുടക്കകാലമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എനിക്ക് 39 വയസ്സായി. അപ്പോൾ ഒരു 10-20 വർഷത്തെ ഒരു കരിയർ ഇൻ റീഡിങ് എനിക്കുണ്ട്. അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാഹിത്യം ഒരു തൊഴിലായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അതിനെ സമൂഹത്തെ മാറ്റിമറിക്കാനോ അല്ലെങ്കിൽ മനുഷ്യനെ സ്വാധീനിച്ച്, ചരിത്രത്തിനെ സ്വാധീനിച്ച് വളരെ നല്ല വഴിക്ക് നടത്താനോ ഒന്നിനും പ്രാപ്തി സാഹിത്യത്തിനുണ്ട് എന്ന് ഇത്രയും കാലം സാഹിത്യം വായിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.
ഒരു മനുഷ്യനെ നല്ലതോ ചീത്തയോ ആക്കാനും സാഹിത്യത്തിനോ അതേപോലെ തന്നെ റിലീജിയസ് ടെക്സ്റ്റിനോ മതഗ്രന്ഥങ്ങൾക്കോ ശേഷിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വളരെ പ്രൊവോക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണത്. പ്രത്യേകിച്ചും കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ നമ്മളെ സംബന്ധിച്ച് സാഹിത്യം ഒരു തൊഴിലല്ല. ഒരാൾക്ക് സാഹിത്യകാരിക്ക് തീർച്ചയായും അദ്ദേഹം ജീവിക്കുന്ന കാലത്തോട്, സമൂഹത്തോട്, മനുഷ്യരോട് ഒക്കെ അഗാധമായ സ്നേഹവും പ്രതിബദ്ധതയും ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞ പണിയാണ് സാഹിത്യരചന എന്നാണ് കേരളത്തിൽ നമ്മൾ പൊതുവെ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേരളീയ പരിസരത്തിലാണ് സെഹ്റുവിനെ പോലുള്ള പുതിയ തലമുറയിലെ ഒരു എഴുത്തുകാരൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഞാനിതൊരു കരിയറായിട്ടാണ് സാഹിത്യത്തെ കാണുന്നത് എന്ന്. ആ ഒരു കരിയറിൻ്റെ സാധ്യത ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങൾ കണ്ടെത്തിയ എഴുത്ത് എന്ന കരിയറിൻ്റെ സാധ്യത, സെഹ്റു പിന്നെ പല JNUവിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം റിസർച്ചില്ല, PG ചെയ്തിട്ടുള്ള ആൾ. റിസർച്ച് ഉപേക്ഷിച്ചു. ഓക്കെ, റിസർച്ച് ഉപേക്ഷിച്ചു. അദ്ദേഹം അവിടെ PG ചെയ്തു. അതുപോലെ തന്നെ അതിനുശേഷം അദ്ദേഹം വിവിധ കോളേജുകളിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്, കൊള്ളാവുന്ന ഒരു ജോലിയാണ് ഒരു കോളേജ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറഞ്ഞാൽ. അത്തരം ഒരു ജോലി ഉപേക്ഷിച്ച് താരതമ്യേന സാഹസികവും പരീക്ഷണാത്മകതയും നിറഞ്ഞ ഇങ്ങനെ എഴുത്ത് ജോലി എന്ന ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനിടയായ സാഹചര്യം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത്തരം ഒരു തെരഞ്ഞെടുപ്പിന് പിന്നിൽ ഒരിക്കലും കേരളത്തിൽ നിന്നുകൊണ്ട് എഴുത്ത് ജോലി ഒരിക്കലും നമുക്ക് അട്രാക്റ്റീവായ ഒരു ജോലിയല്ല, ഒരിക്കലുമല്ല. നമ്മൾ കണ്ടിട്ടുള്ള സാഹിത്യകാരന്മാരുടെ ഒക്കെ ചിത്രം ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും അവശതയുടെയും, അവശ കലാകാരന്മാർ എന്ന ഒരു പ്രയോഗം തന്നെ മലയാളത്തിലുണ്ട്, അവർക്ക് പെൻഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളുടെയൊക്കെ പ്രതിനിധിയായിട്ടാണ് കലാകാരന്മാർ, സാഹിത്യകാരന്മാർ കേരളത്തിൽ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് ഒരു കരിയർ, റൈറ്റർ കരിയർ എന്നുള്ളൊരു സാധനം ഡെവലപ്പ് ചെയ്തത്? ഏത് ഘട്ടത്തിലായിരിക്കും? എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഞാൻ അധികം വലിയ രീതിയിലൊരു സാമൂഹ്യ സാഹിത്യകാരൻ, ഞാൻ പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്യുന്നവരെ ഞാൻ അറിയുന്ന ഏക എഴുത്തുകാരൻ ഞാൻ തന്നെയായിരുന്നു. എനിക്ക് വേറൊരാളെയും പരിചയമൊന്നുമില്ല. എൻ്റെ വളരെ ഏകാന്തമായിട്ടുള്ള സമയങ്ങൾ വിനിയോഗിക്കുന്ന ഒന്നാണ് സാഹിത്യം. ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് പല സ്ഥലത്തും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തി പാൻ്റ് അഴിച്ച് ഉടനെ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ വീണ്ടും എഴുതാൻ തുടങ്ങും. അത് പാഷനൊന്നുമല്ല, ഞാൻ അത് തൊഴിലായിട്ടാണ് കാണുന്നത്. ആ കാണാനുള്ളൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ സാഹിത്യ വായന അനുസരിച്ച് അത് തൊഴിലായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉജ്ജ്വലമായിട്ടുള്ള സാഹിത്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ആൾക്കാർ സാഹിത്യത്തെ സാമൂഹ്യ പ്രവർത്തനവും അല്ലെങ്കിൽ സാമൂഹ്യ പരിവർത്തന പ്രവർത്തനവുമായിട്ട് വളരെ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണെന്നാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ഞാൻ പുസ്തകത്തിലൂടെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഫിലിപ്പ് റൈഫ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഫ്രോയിഡിനെ കുറിച്ചൊരു പുസ്തകം എഴുതി, ഫ്രോയിഡ് ദ മൈൻഡ് ഓഫ് ദ മോറലിസ്റ്റ്. അതിൽ അങ്ങേര് പറയുന്നൊരു കാര്യമുണ്ട്, ഫ്രോയിഡിനെ വായിക്കാൻ ഏറ്റവും നല്ല രീതി എന്തെന്ന് പറഞ്ഞാൽ ഫ്രോയിഡിനെ സന്ദേശമില്ലാത്തൊരു സന്ദേശവാഹകനായിട്ട് കണക്കാക്കുന്നതിലൂടെയാണ്. അതുപോലെ തന്നെ ഒരു അമേരിക്കൻ ജഡ്ജ് ഉണ്ട്, ഒലിവർ വെൻഡൽ ഹോംസ് ജൂനിയർ. അങ്ങേരുടെ ഒരു ജഡ്ജ്മെൻറ്റിൽ അങ്ങേര് പറഞ്ഞു, ഗ്രേറ്റ് കേസസ് മേക്ക് ബാഡ് ലോ. വളരെ സങ്കീർണമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള കേസുകൾ പലപ്പോഴും വളരെ ദുർബലമായിട്ടുള്ള നിയമങ്ങൾക്ക് കാരണമാകുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ മിനിയാന്ന് വായിക്കുന്നു, ഗ്രെഗറി വ്ലാസ്തോസിൻ്റെ ഒരു പുസ്തകമുണ്ട്, സോക്രട്ടീസ്, പ്ലാറ്റോ ആൻഡ് ദ ട്രഡീഷൻ. ഹീസ് എ വെരി വെരി എമിനൻറ്റ് ഓൾഡ് സ്കൂൾ സ്റ്റുഡൻറ്റ് ഓഫ് പ്ലാറ്റോ ആൻഡ് സോക്രട്ടീസ് ആൻഡ് ഗ്രീസ് ഇൻ ജനറൽ, where he says that there is an essay, the opening essay is called the paradox of Socrates. സോക്രട്ടീസിൻ്റെ പാരഡോക്സ് എന്നാണ്. അതിൽ അങ്ങേര് പറയുന്നത്, സോക്രട്ടീസ് വാസ് എൻ ഇവാഞ്ചൽ വിത്തൗട്ട് എ ഡഗ്മ. ഒരു വിശ്വാസമില്ലാത്തൊരു മതത്തിൻ്റെ ഒരു പ്രവാചകനാണെന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഞാനും സാഹിത്യത്തെ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് സാഹിത്യത്തിന് സന്ദേശത്തെ ചെറുക്കാൻ കഴിയണം. അതേപോലെ തന്നെ നല്ല സാഹിത്യം വളരെ മോശം നിയമം പോലെയാണ്. നല്ല സാഹിത്യം നല്ല നിയമത്തിന് വഴങ്ങില്ല.
എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന എഴുത്തുകാരെടുത്താൽ ഷേക്സ്പിയർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫോക്നർ ആണെന്നുണ്ടെങ്കിലും ഡോൺ ദെലില്ലോ ആണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ സാഹിത്യത്തെ തൊഴിലായിട്ട് കണ്ട് അതിലൂടെ ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ജീവിതമാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഷേക്സ്പിയർ ഞാൻ വിശ്വസിക്കുന്നത് ഷേക്സ്പിയർ എനിക്ക് വാദിക്കാനും കഴിയും നന്നായിട്ട്. ഷേക്സ്പിയർ ഈസ് ദ പോയറ്റ് ഓഫ് ദിസ് വേൾഡ്. ഞാൻ ഈ ലോകത്തിൻ്റെ കവിയായിട്ട് ഷേക്സ്പിയറിനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഷേക്സ്പിയർ പക്ഷേ വളരെ രസകരമായിട്ടുള്ളൊരു ജീവിതം ജീവിച്ച ആളാണ്. ഷേക്സ്പിയർ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു. ഷേക്സ്പിയർ ലണ്ടനിലോട്ട് പോകുന്നു. അന്നത്തെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ് തരുന്ന ഒരു തൊഴിലായിരുന്നില്ല നാടകം, എന്നിട്ടും അത് തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ സ്വന്തമായിട്ടൊരു തിയേറ്റർ, ഗോൾഡൻ ഗ്ലോബ് തിയേറ്റർ ഉണ്ടാക്കുകയും അതിലൂടെ 52 വയസ്സ് ആയി മരിക്കുമ്പോഴേക്ക് താൻ എവിടെ നിന്നാണോ തുടങ്ങിയത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലാണ് ഷേക്സ്പിയർ മരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെയും പ്രചോദനം. നമ്മൾ നമ്മുടെ തൊഴിലായിട്ട് കാണുന്നത് മാത്രമേ നമ്മൾ നന്നായി ചെയ്യൂ. സമൂഹത്തിൽ കുറേ ഉപദേശങ്ങളുണ്ട്, ഉപദേശിക്കാൻ ആർക്കും വേണ്ട. ഉപദേശിക്കുന്നത് തന്നെ ഞാനൊരു നല്ല വ്യക്തിയാണ് എന്നുള്ള എൻ്റെ ഒരു സ്വയം ബോധത്തിൽ നിന്നാണ് ഞാൻ മറ്റൊരാളെ ഉപദേശിക്കുന്നത്. അപ്പോൾ ഉപദേശത്തെ ചെറുക്കണം, മെസ്സേജിനെ ചെറുക്കണം. പിന്നെ എന്താണ് സാഹിത്യം എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയുടെ ഒരു വിനോദകരമായിട്ടുള്ളൊരു കുറ്റവിചാരണയാണ് സാഹിത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സാഹിത്യം പുരോഗമനവാദിയെയും യാഥാസ്ഥികവാദിയെയും ഒരുപോലെ നിരാശപ്പെടുത്തും. ഈ ഒരു തൊഴിലിനോട് മാത്രമാണ്, തൊഴിലാണെങ്കിൽ മാത്രമേ നമുക്കത് ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അത്. പിന്നെ എനിക്ക് തോന്നുന്നത് സഹ്റുവിൻ്റെ ഒരു കേരളത്തിലെ തൊഴിൽ സംസ്കാരത്തെക്കുറിച്ചിട്ടുള്ള ഒരു പ്രശ്നം കൂടി അതിനകത്ത് വിചാരണ ചെയ്യപ്പെടുന്നു. ഇവിടെ തൊഴിലാണെങ്കിൽ നല്ലൊരു സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ലീവ് എടുക്കാൻ എന്ന് പറയുന്ന ഒരു തൊഴിൽ സംസ്കാരത്തിലുള്ള നിന്നുകൊണ്ടാണ് സഹ്റു ഇത് പറയുന്നത്. തൊഴിൽ മാത്രമാണ് കേരളത്തിൽ മനുഷ്യർ ഒരു ഉത്തരവാദിത്വമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ നമ്മൾ ഈ മറ്റേ കേരളത്തിൻ്റെ പുറത്തൊക്കെ പണിയെടുക്കുമ്പോൾ പറയും കമ്മ്യൂണിസ്റ്റ്. ഞാൻ സത്യം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിൽ മദ്യം മാത്രമേ ഉള്ളൂ, ഇടതും വലതും പക്ഷങ്ങളില്ല. ഇത് വളരെ വാക്കുചാരുതയിലൂടെ നടത്തി വരുന്ന ഒരു പ്രക്രിയയാണ്. കേരളത്തിൽ വലതും ഇടതും വേർതിരിക്കാൻ, അല്ലെങ്കിൽ ഇടതും മദ്യവും വേർതിരിക്കാൻ എനിക്ക് ഭൗതികപരമായിട്ടുള്ളൊരു ശേഷിയില്ല. ഞാൻ മനസ്സിലാക്കുന്ന പിണറായി വിജയൻ ഒരു മദ്യ പക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിക്കാരനാണ്. എല്ലാവിധ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാവിധ നിയമങ്ങൾക്കും വഴങ്ങിക്കൊണ്ട് ഒരു പാർട്ടിക്ക് ഒരു ഘട്ടത്തിലും ഇടതുപക്ഷ പാർട്ടിയായി തുടരാൻ കഴിയില്ല. അത് കാരണം ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരണം. അപ്പോൾ ഞാൻ മുമ്പത്തെ കാലത്തൊക്കെ പറയുന്നു ഈ മുസ്ലിം ലീഗ് അലയൻസാണ് എന്നെ കോൺഗ്രസിൽ നിന്ന് ഏറ്റവും അകറ്റി നിർത്താനുള്ള ഒരു കാരണം ഞാൻ പറയാം. കാരണം മറ്റേ മിതമായിട്ടോ തീവ്രമായിട്ടോ മതത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന എന്തും വർഗീയതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് കമ്മ്യൂണലിസത്തിൻ്റെ വർഗീയതയുടെ അടിസ്ഥാന പ്രമാണം. ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് എന്നുള്ള പേരില്ല എന്നേ ഉള്ളൂ. ബേസിക്കലി ജോസ് കെ മാണിയുടെ പാർട്ടിയും ഇറ്റ്സ് ബേസിക്കലി ഫങ്ഷൻസ് ആസ് എ ക്രിസ്ത്യൻ പാർട്ടി വിത്ത് സ്ട്രോങ് ചർച്ച് ഇൻഫ്ലുവൻസ് ഓവർ ഇറ്റ്. അപ്പോൾ അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഇടത് വലത് എന്നുള്ള വലിയ ഒരു തീവ്ര വ്യത്യാസം രേഖപ്പെടുത്താൻ എനിക്ക് കേരളത്തിൽ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ ചേട്ടപ്പോൾ പറഞ്ഞല്ലോ, തൊഴിലിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് ഒരു 10-12 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 5000 രൂപയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ 12,000 രൂപയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ 3 വർഷം ജോലി ചെയ്തിട്ട് എൻ്റെ ശമ്പളം 3-3.5 വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഈ കേരളത്തിൽ വലിയ രീതിയിലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റും വളരെ തൊഴിലിനോട് വളരെ ആദരവ് പുലർത്തുന്ന ഒരു സംസ്കാരവും വളർത്തിയെടുത്തുന്നുള്ളത് കേരളത്തിൻ്റെ പുറത്തുള്ളവരെ പലപ്പോഴും കാൽപ്പനികമായിട്ട് നോക്കിക്കാണുമ്പോൾ സംഭവിക്കുന്നതാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ പോർട്ടറുടെ അല്ലെങ്കിൽ മറ്റൊരു തൊഴിലാളിയുടെ യൂണിഫോം ധരിച്ചിരിക്കുന്നത് വരെ അത് ധരിച്ചാൽ മാത്രമേ നിങ്ങൾ തൊഴിലാളിയായിട്ട് കണക്കാക്കൂ. അപ്പോൾ ഈ പാൻറ്റും കുപ്പായും ഇട്ട് ഇൻസൈഡാക്കി കോളേജിൽ പോയാലും നിങ്ങൾ തൊഴിലാളിയായിട്ട് കാണില്ല. നിങ്ങളുടെ ശമ്പളം 2, 3, 4 കൊല്ലം കഴിഞ്ഞിട്ട് തന്നാൽ മതി. അപ്പം ഞാൻ ഈ സ്ട്രഗിൾ ചെയ്തു എന്ന് ഞാൻ പറയുമ്പോൾ പലപ്പോഴും എൻ്റെ സാമ്പത്തികമായിട്ടുള്ള സ്ട്രഗിൾ ഞാൻ ചെയ്ത ജോലിക്ക് ഗവൺമെൻറ് കാശ് തരാത്തതുകൊണ്ടാണ്. അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് കൃത്യമായിട്ട് കേരളത്തിലെ ജോലികൾ കോൺട്രാക്ച്വലൈസ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവിധ ബെനിഫിറ്റുകൾ ഒഴിവാക്കി
വളരെ സിവിയറായിട്ട് നിഷ്കരുണം കോൺട്രാക്ച്വലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് അദാനി കമ്പനി നടത്തിയാൽ നമുക്ക് വേർതിരിക്കാൻ കഴിയും. പക്ഷേ ഗവൺമെൻറ് ഇന്ന് ശമ്പളം കൊടുക്കാതെയാണ് കേരളത്തിലെ പരമാവധി തൊഴിലുകളെ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഈ മറ്റേ വഴി കടന്ന് കേൾക്കുന്ന ഓരോ വാക്കുകളാണ്. എൻ്റെ ജീവിതത്തിൽ യാതൊരുവിധ തൊഴിലാളി എന്നുള്ള രീതിയിൽ ഒരു ബഹുമാനം പോലും ഞാൻ ജോലി ചെയ്ത കാലത്ത് കേരളത്തിലെ 2 ഗവൺമെൻറ്റുകളിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യസന്ധമായിട്ടുള്ള. അപ്പോൾ എൻ്റെ കഷ്ടപ്പാട്, എഴുത്തുകാരനാകാനുള്ള കഷ്ടപ്പാട് എന്താണെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് സാമ്പത്തികമില്ലായ്മയെന്ന് മാത്രം വന്നതല്ല, നേരെ മറിച്ച് ഞാൻ ചെയ്ത ജോലിക്ക് ഗവൺമെൻറ് മൂല്യം നൽകാതെ എന്നെ എല്ലാ 10 മാസവും പിരിച്ചുവിട്ട് വീണ്ടും 2 മാസം കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് വന്ന് ഈ ഒരു വിഷ്യസ് സൈക്കിളിൽ എന്നെ ഇട്ട് അങ്ങനെ ചുഴറ്റുന്നതുകൊണ്ട് അതിൻ്റെ അവസാനം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അവാർഡ് കിട്ടുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 3000 രൂപയാണ് എൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ 15 കൊല്ലം കേരളത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ 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 അവഹേളനാത്മകമായിട്ട് തന്നെ പറയും, കേരളത്തിൽ അങ്ങനെ യാതൊരുവിധ തൊഴിൽ പരമായിട്ടുള്ള ഒരു ബഹുമാനവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ടോ കേരളത്തിലെ കോൺഗ്രസ് ഭരണം കൊണ്ടോ തൊഴിലാളികൾക്ക് ലഭ്യമാകുന്നില്ല. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇപ്പോൾ ഈ അടുത്ത് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു ഈ കോൺട്രാക്ടർ ലേബറിന് എതിരായിട്ടുള്ള. സർക്കാർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, മനുഷ്യരെ കൊണ്ട് ഈ കോൺട്രാക്ട് ജോലി, മനുഷ്യ അവകാശ ലംഘനങ്ങൾ നടത്തുന്ന ഈ കോൺട്രാക്ടർ ലേബർ ചെയ്യാൻ പാടില്ല, ചെയ്യിക്കാൻ പാടില്ല എന്നുള്ളൊരു വിധി ഇപ്പോൾ അടുത്ത കാലത്ത് വരികയുണ്ടായി. നമുക്കത് തൽക്കാലം മാറ്റി നിർത്താമെന്ന് തോന്നുന്നു. തൊഴിൽ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തൊഴിലായിട്ട്, അന്തസ്സുള്ളൊരു തൊഴിലായിട്ട് പണമാർജിക്കാനുള്ളൊരു മാർഗമായി എഴുത്തിനെ സ്വീകരിക്കാനുള്ള ആ ചങ്കൂറ്റത്തെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഒരു മെസ്സേജും സാഹിത്യം നൽകുന്നില്ല എന്ന് പറയുന്ന സഹറുവിൻ്റെ ഈ നോവൽ ആരംഭിക്കുന്നത് ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ക്രൗഡ് എന്ന ഡെലിൻ്റെ ഒരു മെസ്സേജോട് കൂടിയിട്ടാണ് അത് ആരംഭിക്കുന്നത്. അദ്ദേഹമായിട്ട് ന്യൂ ഏജിനെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുള്ള ആൾ മാവോ സെക്കൻഡിലൂടെയൊക്കെ, മാവോ സെക്കൻഡ് 1991 മറ്റോ ആണ് തോന്നുന്നു മാവോ സെക്കൻഡ് ഇറങ്ങുന്നത്. മാവോ സെക്കൻഡിൽ എഴുതിയിട്ടുള്ളൊരു വാചകമാണ് ഫ്യൂച്ചർ ബിലോങ്സ് ടു ക്രൗഡ് എന്നുള്ളത്. ആ ആമുഖ വാചകത്തോടെയാണ് 2023 അവസാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ നോവൽ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് ഹാഫ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഒരു വാചക ഘടനയിൽ നിന്ന് തൻ്റെ ചുറ്റുവട്ടത്ത് സംഭവിക്കാവുന്ന ഒരു ദാരുണ സംഭവത്തെ വളരെ ഡ്രാമാറ്റിക്കായി അവതരിപ്പിക്കാനുള്ള ഒരു മെറ്റീരിയലായിട്ട് നിങ്ങൾ കണ്ടെത്തുകയാണ് സാധനത്തെ. അപ്പോൾ ആ ഒരു അനുഭവത്തെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? വേണമെങ്കിൽ ഈ നോവലിനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വായനേൻ്റെ ഓരോ ഘട്ടത്തിലും ഇതൊരു മലയാളം നോവലാണോ എന്ന് ഞാനിങ്ങനെ സംശയിച്ചു. ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട ഒരു മലയാളം നോവൽ വായിക്കുന്നത് പോലെ എനിക്കത് വായിക്കാൻ പറ്റും. ഞാൻ ആ നോവലിനെ ഒരിക്കലും അതിൻ്റെ സാധ്യതകളെയോ അതിൻ്റെ ഗൗരവത്തെയോ ഇല്ലാതാക്കിക്കൊണ്ടല്ല ഇത് പറയുന്നത്. ആ നോവലിൻ്റെ ആഖ്യാനത്തിൽ സഹറു സ്വീകരിച്ചിട്ടുള്ള രീതികൾ, നരേറ്റീവ് പാറ്റേൺസ്, അതിൻ്റെ ഭാഷ, ആ ഭാഷ, അതിലെ വാചകങ്ങൾ, അത് ക്രമപ്പെടുത്തി വെക്കുന്ന രീതികൾ, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു മലയാളത്തിലൊരു നോവൽ വായിക്കുന്നത് പോലെ ഇങ്ങനെ വായിച്ച് പോകാവുന്നൊരനുഭവമുണ്ട്. കാരണം ആ അനുഭവം തീർച്ചയായിട്ടും കേരളീയമായ ഒരനുഭവമാണ്, വളരെ കേരളീയമായ അനുഭവം. ഈ നോവൽ വായിച്ചിട്ടുള്ളവരിവിടെ ഉണ്ടാവും, ആരെങ്കിലും ഇല്ലെങ്കിൽ ഈ നോവലിൻ്റെ ഒരു വളരെ സബ്റ്റിലായിട്ടുള്ളൊരു പ്രമേയം ഒന്ന് പറയാമല്ലോ അല്ലേ നമുക്ക് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വൈഗ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു വെള്ളിയാഴ്ച ഉച്ചനേരത്ത് ഒരു അവിഹിത ബന്ധം പിടിക്കപ്പെടുകയാണ്. 40 വയസ്സുള്ള റെയ്ഹാന എന്ന സ്ത്രീ, അവരുടെ ഭർത്താവ് ഗൾഫിലാണ് എന്ന് മാത്രമല്ല ആ ഭർത്താവിൻ്റെ കിഡ്നിയാണ് റെയ്ഹാനയുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അവർ നൽകിയ ജീവിതമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ആ റെയ്ഹാന 25 വയസ്സുള്ള ബുർഹാൻ എന്ന യുവാവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവുന്നുണ്ട്. ഏതാണ്ട് 3 മാസത്തോളം നീണ്ടുനിന്ന ഒരു ബന്ധമാണ്. അത് കണ്ടുപിടിച്ചിട്ട് ഈ വാർത്ത ഈ ഉച്ചനേരത്ത് മഴ പെയ്ത് മൊത്തത്തിൽ ഇരുളടഞ്ഞ ഒരു വെള്ളിയാഴ്ച ഉച്ചനേരത്ത് പള്ളി പിരിഞ്ഞ് ഈ ബുർഹാൻ റെയ്ഹാനയുടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടു എന്നൊരു വാർത്ത വാട്സപ്പിലൂടെ പ്രചരിക്കുകയാണ്. അത് വന്ന് ഈ ബുർഹാനെ തേടി ആളുകൾ പോകുന്നത്, വീട് വളയുന്നത്, അദ്ദേഹത്തെ വളരെ ക്രൂരമായി കൊല ചെയ്യുന്ന ഒരു സംഭവത്തിലേക്കാണ് പോയി. ഇതാണ് അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. പക്ഷേ ഈ കഥ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു കഥയായിട്ടല്ല.
ഇതിൻ്റെ വളരെ സവിശേഷമായിട്ടുള്ളൊരു നരേറ്റീവ് പാറ്റേൺ എന്ന് പറയുന്നത് ഓരോ കഥാപാത്രങ്ങളും അവരവരുടെ വിഷനിൽ, അവരവരുടെ പേഴ്സ്പെക്റ്റീവിൽ ഈ സംഭവത്തിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റിന് ആമുഖമായും ശേഷവും ഒപ്പവുമൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഈ നോവൽ ഇങ്ങനെ ഈ സംഭവത്തിലേക്ക് വികസിക്കുന്നത്. നബീസുമ്മ എന്ന അമ്മ, ഈ ബുർഹാൻ്റെ അമ്മ, അവരവരുടെ ജീവിതം പറയുകയാണ്. റൈഹാനയുടെ ജീവിതം പറയുകയാണ്. ഹക്കീമക്ക എന്ന് പറയുന്ന ഒരു അയൽപ്പക്കക്കാരൻ അയാളുടെ ജീവിതം പറയുകയാണ്. ഷാഹിദ്, അങ്ങനെ ഇതിലെ മുഴുവൻ കഥാപാത്രങ്ങളും, മലപ്പുറത്തെ അരീക്കോടിനടുത്ത വൈഗ എന്ന ഗ്രാമത്തിലെ മുഴുവൻ കഥാപാത്രങ്ങളും, പുതിയ എന്താ പറയുക, പ്രധാന കഥാപാത്രങ്ങൾ മുഴുവൻ ഈ സംഭവത്തിലേക്ക് നയിച്ചുകൊണ്ട് അവരുടെ ജീവിതം പറയുന്നു. ആ ജീവിതത്തിലൂടെ ആ പ്രദേശത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ വിധത്തിൽ, ആണുങ്ങൾ എത്ര വികൃതമായ പദം, മനുഷ്യൻ എത്ര മനോഹരമായ പദം എന്ന മാർക്സിംഗ് ഗോർക്കിയുടെ സാധനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും. പക്ഷെ പുരുഷൻ എത്ര വികൃതമായ പദം എന്ന് പേർത്തും പറയാൻ പ്രേരിപ്പിക്കും വിധത്തിലുള്ള ഒരാഖ്യാനമാണ് ഇതിനകത്ത്. ഈ നോവൽ അവസാനിക്കുമ്പോൾ അതിൽ അവസാനത്തെ ചാപ്റ്ററിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, റൈഹാന പറയുന്നുണ്ട്, ദ ട്രൂത്ത് ദാറ്റ് ദിസ് വേൾഡ് ബിലോങ്സ് ടു മെൻ എന്ന്. അങ്ങനെ ആണധികാരമുള്ള ഒരു ലോകക്രമം, ഒരു സാമൂഹ്യക്രമം, ആ സാമൂഹ്യക്രമത്തിൻ്റെ വിമർശനമാണ് ഈ നോവൽ എന്ന് പറയാം. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം ഒരു സമൂഹത്തിൻ്റെ ആകെ വലിയ കൺസേൺ ആയിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് ഒരു ലോക ഭാഷയിലേക്ക് നിങ്ങൾ കൊടുക്കുകയാണ്, ഇംഗ്ലീഷിലേക്ക് നൽകിയിട്ട് ലോകത്തിലെ മുഴുവൻ വായനക്കാർക്കും കൊടുക്കുകയാണ്. കൊടുക്കുന്നത് എന്താണ്? കേരളത്തിൻ്റേത് മാത്രമായ ഏറ്റവും മോശമായ ഒരു മലയാളി സ്വഭാവത്തെ പ്രതി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലോട്ട് വികസിപ്പിച്ച് ഒരു കലാസൃഷ്ടിയാക്കി മാറ്റി നോവലാക്കി, ആ നോവലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രക്രിയ രൂപം കൊണ്ടത്? അതിന് ധൈര്യം എങ്ങനെയാണ് വരുന്നത്? ഇത് സ്വീകരിക്കപ്പെടുമോ? കാരണം മുമ്പ് കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന, നേരത്തെ അവിടെ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തും നമ്മുടെ സബീൻ ഇക്ബാൽ, മറ്റൊരു റൈറ്ററുമായ സബീൻ ഇക്ബാൽ നേരത്തെ സൂചിപ്പിച്ചു, മുൻകാലത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത പറഞ്ഞാൽ മലയാളത്തിൽ എഴുതപ്പെടുന്ന നോവൽ, അതിന് മാത്രമാണ് മലയാളിത്തമുള്ളത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ തനിമയുള്ളത്, കേരളീയ സംസ്കാരത്തിൻ്റെ പ്രാതിനിധ്യമുള്ളത് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ വളരെ മികച്ച രീതിയിലുള്ള പരിഭാഷകൾ നമ്മൾ മലയാളത്തിനെ മറ്റ് ഭാഷകൾക്ക്, സംസ്കാരങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള ഉപാധിയായിട്ട് വെക്കുകയും ചെയ്യുന്ന ഒരു കൾച്ചറിൽ നിന്ന് ഡയറക്റ്റായി നേരെ ഈ സംസ്കാരത്തെ ഇതര ഭാഷക്കാർക്ക് പരിചയപ്പെടുത്തുന്ന, ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അത് വളരെ എളുപ്പമുള്ള ഒരു രീതിയല്ല, ധൈര്യപൂർവ്വം തിരഞ്ഞെടുക്കേണ്ട സാഹസികമായ ഒരു രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് വായിക്കുന്ന ഒരു ഇംഗ്ലണ്ടുകാരന് സംശയമായിരിക്കും, ഇതിനെ കൊല്ലുന്നത് ഈ പയ്യനെ എന്നുള്ളത് നമുക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു സംശയമില്ലാത്ത വിധത്തിൽ അദ്ദേഹം അത് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്, ആ ഒരു നരേഷനിലൂടെ അത് ബിൽഡപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നാലും ഒരു സംശയമില്ലേ, കൾച്ചറിലില്ലാത്ത ഈ ഒരു എലമെൻറ്റ് വിശ്വസനീയമായി അവതരിപ്പിക്കാൻ നിങ്ങളെടുത്ത ടാക്ടിക്സുകൾ എന്തൊക്കെയാണ്? അതിനധികം ഞാൻ വളരെ ഭയങ്കര ബുദ്ധിജീവിയൊന്നുമല്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ സാഹിത്യത്തെ, ഞാൻ കഥയിൽ ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഞാൻ കഥയിലൂടെ മറ്റു ലക്ഷ്യങ്ങൾ തേടുന്ന ഒരു വ്യക്തിയല്ല. കഥ തന്നെയാണ് കഥയുടെ ലക്ഷ്യം എന്നുള്ളതാണ് എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കഥ നന്നായിട്ട് എഴുതാനുള്ള മാർഗം അതിൽ ഞാൻ ഒരു ഡഗ്മ എന്ന് വെച്ച് ഒന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് സാഹിത്യകാരന്മാർ സത്യം പറയണമെന്നുണ്ട്. അപ്പോൾ വളരെ സത്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യം, സത്യം നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മാനിപ്പുലേറ്റ് ചെയ്യാതെ സത്യമായിട്ട് പറഞ്ഞാൽ അതിനൊരു ഷോക്ക് വാല്യൂ ഉണ്ട്. ആ ഷോക്ക് വാല്യൂ നമുക്കൊരു നമ്മുടെ ഒരു സോഷ്യൽ ലൈഫിനെ പോർട്രേറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞാൽ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം, ഇതൊരു അവിഹിത ബന്ധത്തിൻ്റെ മേലെ നടക്കുന്ന ഒരു കൊലപാതകത്തെ ഒരു ഗ്രാമത്തിലെ 16 17 വരുന്ന പേര് പറയുന്നതാണ് ഈ കഥ സംഭവിക്കുന്നത്. ഇതിൽ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം, ഈ അവിഹിത ബന്ധം എന്ന് പറഞ്ഞത് ഈ 40 വയസ്സുള്ള ഒരു സ്ത്രീയും 25 വയസ്സുള്ള ഒരു പുരുഷനും, ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് 25 വയസ്സുള്ള സ്ത്രീയും 40 വയസ്സുള്ള പുരുഷനും, ഇറ്റ്സ് വെരി നോർമൽ.
അത് വളരെ നോർമലാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇന്ന് ലോകത്ത് തന്നെ മാക്രോണ് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും അദ്ദേഹത്തിൻ്റെ വൈഫും തമ്മിൽ എന്തോ 20-25 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അത് ഫ്രാൻസിലല്ലാതെ മറ്റെല്ലായിടത്തും അത് പരിഹാസ്യ വിഷയമാണ്. ഫ്രാൻസുകാർ അത് വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അതേസമയം ഡൊണാൾഡ് ട്രംപിൻ്റെ വൈഫും ഡൊണാൾഡ് ട്രംപും തമ്മിലും 25 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷെ അതെന്തല്ല, ഇറ്റ്സ് നോട്ട് എ ടോപ്പിക് ഓഫ് കൺസെഷൻ, നോട്ട് എ സബ്ജക്ട് ഓഫ് കോൺട്രവേഴ്സി. സോ ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ നമ്മൾ ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഷോക്ക് വാല്യൂ നൽകുന്ന എന്താണോ അതാണ് ഞാൻ 25-40 വയസ്സിൻ്റെ വ്യത്യാസത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. മാഷ് പറഞ്ഞ പോലെ ഈ പുരുഷൻ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അംഗീകരിക്കുന്നതിലും വൈകൃതങ്ങളുള്ളൊരു ജീവിയാണ്. നമ്മൾ പലപ്പോഴും ഒരു ഫെമിനിസ്റ്റ് ഒരു ആർഗ്യുമെൻ്റ് മുന്നോട്ട് വെക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന കാര്യങ്ങളെ കാണും വളരെയധികം മോശപ്പെട്ടൊരു ജീവിയാണ് പുരുഷൻ. അതിന് കാരണം ഞാൻ പറയാനുള്ളത്, ലോകത്ത് മറ്റൊരു മൃഗവും 6 മാസം പ്രായമുള്ള കൊച്ചിനെയോ 1 വയസ്സ് പ്രായമുള്ള കൊച്ചിനെയോ ലൈംഗിക ബന്ധത്തിന് നിർബന്ധമായിട്ട് വിയോജിച്ച് അതിനെ കൊന്നു കളയാറില്ല. ഇന്നും പത്രത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാണും 6 വയസ്സുള്ളത്, 1 വയസ്സുള്ളത്, 2 വയസ്സുള്ളത്. എങ്ങനെയാണ് ഈ 6 വയസ്സുള്ള കുട്ടിയോട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താ തോന്നാനുള്ളത്? അത് മനുഷ്യന്മാർക്കിടയിൽ തന്നെ നമ്മൾ പറയരുത്, അത് പുരുഷന്മാർക്കിടയിൽ മാത്രമുള്ള ക്രൂരതകളാണ്. പുരുഷന്റെ ലൈംഗിക ക്രൂരതകൾ ലോകത്ത് ഭൂമിയിലെ മറ്റൊരു ജീവിയിലും സമാനതകളില്ലാത്തതാണ്. അപ്പം നമ്മൾ എത്രത്തോളം അധികരിപ്പിച്ച് പറഞ്ഞാലും അത് സത്യത്തിൻ്റെ അടുത്തെത്താത്തത്തോളം വിചിത്രമാണ് ആണിൻ്റെ സ്വഭാവ സവിശേഷതകൾ. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണെന്ത്, ഈ അവിഹിത ബന്ധത്തിന് പകരം ഒരു 5, 7, 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയതാണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം രോഷം പൊതുസമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നോ? എൻ്റെ ചോദ്യം വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. നമ്മളൊക്കെ ജീവിക്കുന്ന നാട്ടിൽ 5-10 വയസ്സുള്ള കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് തമാശയാണ്. അതിന് ഒരു സാമൂഹ്യ സമ്മതി തന്നെയുണ്ട്. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ ഒരു തമാശയാക്കും. അല്ലെങ്കിൽ അത് ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ട കഥ പറഞ്ഞാൽ നമ്മൾ അപ്പം അയാളെ വിളിക്കും കുണ്ടനാണെന്ന് പറയും. മനസ്സിലായോ? അപ്പം നമ്മുടെ കൾച്ചറലി നമ്മൾ എത്രത്തോളം ലൈംഗികാതിക്രമത്തെ ഫ്രണ്ട്ലി ടേംസിൽ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അതിൻ്റെ ആഴത്തെ നമ്മൾക്ക് അളക്കാൻ കഴിയത്തില്ല. അപ്പം ഇതാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ അവിഹിത ബന്ധമാണ് ജനക്കൂട്ടത്തെ പോർട്രേ ചെയ്യാൻ ഏറ്റവും നല്ല ഉപകരണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 2, മാഷ് പറഞ്ഞ പോലെ നേരത്തെ ഡോൺ ഡെലിലോയുടെ കോട്ടാണിത്, ഫ്യൂച്ചർ ബിലോങ്സ് ടു ക്രൗഡ്, ഭാവി ജനക്കൂട്ടത്തിൻ്റെതാണ്. അദ്ദേഹം 91-ലാണ് എഴുതുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് ഇത് ഈ പിന്നീട് വന്ന 97-ലോ 98-ലോ നൽകിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് പാരീസ് റിവ്യൂവിന്. അതിൽ ഡോൺ ഡെലിലോ പറയുന്നത്, ആസ് ടെക്നോളജി അഡ്വാൻസസ് ഇൻ സ്കോപ്പ് ആൻഡ് കോംപ്ലക്സിറ്റി ദ ഫിയർ ബിക്കംസ് മോർ പ്രിമിറ്റീവ്. എത്രത്തോളം സാങ്കേതിക വിദ്യ വളരുന്നോ അത്രത്തോളം നമ്മളുടെ ഭയം പുരാതനമായി തീരുന്നു. ഈ ഒരു സെൻറ്റൻസ് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ടെക്നോളജിക്കലി how I can portray a very primitive kind of outrage in a very technologically driven society, and this is what I have done. ഒരു വളരെ സാങ്കേതിക വിദ്യാപരമായിട്ട് വളരെയധികം മുന്നിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് വളരെ പുരാതനമായിട്ടുള്ള ഒരു ഭയം അല്ലെങ്കിൽ ഒരു പ്രവണത അതെന്തായിരിക്കുമെന്നുള്ള എൻ്റെ ചിന്തയിൽ നിന്നാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ആ ചിന്തയിലോട്ട് ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു ഉപമ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൂൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ വാട്സപ്പിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കാരണം വാട്സപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ജനക്കൂട്ടത്തിനോട് മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റേ സാമൂഹ്യ പ്രസക്തി, ഈ വാക്കുകളൊന്നും പ്രസക്തമല്ല എന്ന് ഞാൻ പറഞ്ഞതിന് ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു നോവല് ഒരു ഒറ്റയ്ക്കിരിക്കുന്ന വ്യക്തിയോടാണ് സംസാരിക്കുന്നത്. ഈ കഥ ഉപേക്ഷിച്ച് ഉപദേശങ്ങളിലോട്ടും സാമൂഹ്യ വിമർശനങ്ങളിലോട്ടും പോകുന്നതോടുകൂടി അല്ലെങ്കിൽ അഭിപ്രായങ്ങളിലോട്ട് വഴിമാറുന്നതോടുകൂടി നമ്മൾ വായനക്കാരനെയോ വായനക്കാരിയെയോ യാഥാസ്ഥികവാദിയോ അല്ലെങ്കിൽ പുരോഗമനവാദിയോ ആയിട്ട് കാണുന്നു. അങ്ങനെ നമ്മൾ കണ്ടാൽ തന്നെ ആ സാഹിത്യ ഭാഷക്ക് എന്ത് വരും, അതിൻ്റെ സാഹിത്യ ഗുണം നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു സാമൂഹ്യ ഉപദേശം നൽകാൻ നമുക്ക് ജനക്കൂട്ടത്തിനോട് മാത്രമേ ഉപദേശം നൽകാൻ സാധിക്കൂ. ഒരു ജനക്കൂട്ടമായിട്ട് വായനക്കാരനെയോ വായനക്കാരിയോ നമ്മൾ കാണാൻ തുടങ്ങിയാൽ
ആ പ്രോസ് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പെക്യൂലിയർ കോണ്ടെക്സ്റ്റിൽ, അല്ലെങ്കിൽ ഞാൻ കേരളക്കാരനായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സാഹിത്യകാരന്മാരോ പലപ്പോഴും സ്വന്തത്തെ സാമൂഹ്യ പ്രവർത്തകരായിട്ടും സാമൂഹ്യ പരിവർത്തകരായിട്ടും അല്ലെങ്കിൽ അയ്യങ്കാളിയായിട്ടും ഒക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഉത്തരവാദിത്വം വേണ്ട പണിയാണ്. നിർത്താനായോ? അതെ അത് ഇതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ബേസിക്കലി ഒരു സാഹിത്യം സന്ദേശത്തെ ചെറുക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പുസ്തകത്തിൽ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പം അതിലൊരു പെർഫെക്റ്റ് വിക്ടിം, അതായത് ഒരു നല്ല ഇര അല്ലെങ്കിൽ മോശം കുറ്റക്കാരൻ എന്നൊന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ വ്യക്തിയിലും നമ്മൾ എത്രത്തോളം കയറി ചെല്ലുന്നോ അത്രത്തോളം ആ വ്യക്തിയുടെ സങ്കീർണതയാണ് വികസിക്കുന്നത്. ആ സങ്കീർണത അത് നല്ലതും ചീത്തയുമായിരിക്കാം. അത് എല്ലാ വ്യക്തികളിലും ഈ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ചില കഥകളിൽ ചില പ്രത്യേക രൂപത്തിൽ നമ്മൾ എഴുതുന്നുണ്ടെങ്കിലും വ്യക്തികൾ നമുക്ക് ബാഹ്യമായിട്ട് സ്വാംശീകരിക്കാൻ പറ്റാത്ത വിധം സങ്കീർണത ഓരോ വ്യക്തികളിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സങ്കീർണതയെ നീതീകരിക്കാൻ നമ്മുടെ സാഹിത്യ ബോധത്തിന് സാധിക്കണം എന്നുള്ളതാണ് ഫിലോസഫി. അദ്ദേഹത്തിൻ്റെ ഈ നോവലിലെ എല്ലാ കഥാപാത്രങ്ങളും ഇത്തരം സങ്കീർണതകൾ നിറഞ്ഞ കഥാപാത്രങ്ങളാണ്. ഇപ്പം നോവലിന് ആവശ്യമുള്ളതാണോ, അല്ലെങ്കിൽ നോവലിൻ്റെ ആ ഒരു തീമിൻ്റെ വികാസത്തിന് ആവശ്യമുള്ള രീതിയിൽ കഥാപാത്രങ്ങളെ ഇങ്ങനെ വളരെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു രീതിയാണ് സാധാരണ കഥാപാത്ര നിർമ്മിതി എന്നൊക്കെയാണ് നമ്മൾ ഭാഷയിൽ അതിനെ പറ്റി പറയുക, കൺസ്ട്രക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. പക്ഷേ ഇതിൽ സഹറു വെച്ചിട്ടുള്ളത് ഒരു കഥാപാത്രത്തിൻ്റെ വളരെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയ്ക്ക് അതിനെ വിട്ടുകൊടുക്കുകയാണ്. ഇപ്പോൾ ഈ നോവലിൻ്റെ ഒരു വലിയ പ്രത്യേകത, ഞാൻ പറഞ്ഞ ഒരു വലിയ ക്രൈം നടന്ന ഒന്നാണ്. 25-കാരനെ പട്ടാപ്പകൽ ഒരു കൂട്ടം ആൾക്കാരൊന്നാകെ തല്ലിക്കൊന്ന് പോസ്റ്റിൽ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിടുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിനകത്ത് ഒരു വില്ലനില്ല എന്നുള്ളതാണ്. അല്ലെ, ഒരാൾ പോലും അയാൾ മരിക്കണം എന്ന ഒരു ചിന്തയുള്ളവരായിരുന്നില്ല ആൾക്കൂട്ടത്തിൽ. ഒറ്റ ആളും അയാൾക്ക് 2 പൊട്ടിക്കണം എന്നുള്ള താല്പര്യമല്ലാതെ അയാളെ കൊല്ലണം എന്ന് വിളിച്ചു പറയുന്ന ആളുകൾ വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു. ആളുകളുടെയൊക്കെ ഇംഗിതം അങ്ങനെയാണ്, 2 പൊട്ടിക്കണം അയാൾക്ക് എന്നുള്ളതാണ്. അങ്ങനെ വിചാരിച്ച് വരുമ്പോഴും ആ വ്യക്തികളെല്ലാം ചേർന്ന് ഒരാൾക്കൂട്ടമായി മാറുന്നു, ഒരു ക്രൗഡാവുന്നു. ക്രൗഡ് പിന്നെ ഒരു മോബാകുന്നു. മോബിനെ മൊബിലൈസ് ചെയ്യുന്ന ടൂളായി വാട്സപ്പ് മാറുന്നു. അതിൻ്റെ മെസ്സേജുകളെല്ലാം വളരെ വൈറലായി തീരുന്നു. അപ്പോഴത്തേക്ക് അതിൻ്റെ പ്രത്യാഘാതമായിട്ട് ആ മനുഷ്യ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ വില്ലനായി മാറുന്നത് യഥാർത്ഥത്തിൽ വാട്സപ്പാണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. ഫോക്നറുടെ ആ വാചകത്തെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയുള്ളൊരു കണ്ടുപിടുത്തമാണ്. വില്ലനില്ലാത്ത ഒരു ക്രൈം സംഭവിക്കുകയാണ്. എങ്ങനെയാണ് ഈ വാട്സപ്പിൻ്റെ ഈ ആധുനിക കേരളത്തിൻ്റെ ആധുനിക മനുഷ്യരെയൊക്കെ, അപ്പോൾ അതിലും അപ്പുറത്ത് AI പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പുതിയ ടെക്നോളജി നമ്മളുടെ എല്ലാം സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് പുതിയ ലോകത്തേക്ക് മനുഷ്യരെ നയിക്കുകയും പുതിയ ലോകം നിർമ്മിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരമൊരവസ്ഥയിൽ എങ്ങനെ ആയിരിക്കും ഭാവി മനുഷ്യൻ്റെ ജീവിതം എന്നുള്ളതാണ് ഒരു ഭാവനാശാലിയായ എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ കാണുന്നത്. ഞാൻ അത്ര ഭാവനാശാലിയൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് സാങ്കേതിക വിദ്യ വളരെയധികം വായനയെ ജനാധിപത്യവൽക്കരിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാങ്കേതിക വിദ്യയുടെ ഒരു അത്ര വലിയ വിമർശകനല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് സാങ്കേതിക വിദ്യ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ സാങ്കേതിക വിദ്യ പ്രത്യേകിച്ചിട്ടും സോഷ്യൽ മീഡിയ ഇറ്റ് ബിക്കംസ് എ ക്രൗഡ് മാനേജ്മെൻറ്റ്. ഇത് മോബിനെ അഴിച്ചുവിടാതെ ഒരു വിധത്തിലുള്ള സാമൂഹ്യ മാധ്യമ പ്രവർത്തനവും സാധ്യമല്ലാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഈ മോബ് പലപ്പോഴും ചിലപ്പം വെൽ ബിഹേവ്ഡ് ആയിരിക്കും. അത് ഒരു എഴുത്തുകാരൻ, ഉദാഹരണത്തിന് ഞാനൊരു എഴുത്തുകാരനാണ്, ഞാൻ ഒരു സെലിബ്രിറ്റിയാണ്, എനിക്കൊരു 10 മില്യൺ അല്ലെങ്കിൽ 1 മില്യൺ അല്ലെങ്കിൽ 50 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ ദൈനംദിനമായിട്ട് ഞാൻ അപ്ഡേറ്റുകൾ നൽകുന്നു, ആൾക്കാർ ലൈക്ക് അടിക്കുന്നു, വീട്ടിൽ പോകുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഹരീഷ് പറഞ്ഞ ഹരീഷിൻ്റെ നോവൽ വന്നു, അപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതോ ഒരു സെൻറ്റൻസ് എവിടെയോ പാറി നടക്കുന്നു. ഇതേ വ്യക്തികൾ തന്നെ നമുക്കെതിരെ തിരിയും. കാരണം ഇമ്പൾസ് ഡ്രിവൺ ആണ്. അതായത് നമ്മൾ വളരെ എന്താ പറയുക, സഹജവാസന നമ്മളുടേത് വളരെ അക്രമാസക്തമാണ്. മനുഷ്യൻ വളരെ അക്രമാസക്തിയുള്ളൊരു ജീവിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ ഗാസയിലോ അല്ലെങ്കിൽ പലസ്തീനിലോ ഒക്കെ നടക്കുന്നത്. എന്താണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പലപ്പോഴും മനുഷ്യൻ്റെ ജീവന് വില നൽകാതെ AI ടൂളുകൾ ഉപയോഗിച്ച് ചില ബിൽഡിങ്ങുകൾ അങ്ങ് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ
ദർ ഈസ് നോ ഫൈറ്റർ. അപ്പോൾ ഒരു ഇസ്രായേലുകാരനും അവിടെ ഇസ്രായേൽ സോൾജറും ഒരു IDF സോൾജറും ഗാസയിലെ ബിൽഡിങ്ങുകൾക്ക് ഇടയിലില്ല. അത് എയർന്ന് വന്ന് അങ്ങ് പതിക്കുകയാണ്. അത് ഒരു ബിൽഡിംഗ് മുഴുവൻ കൊളാപ്സ് ചെയ്യുന്നു. ആ ലൈവ്സ് എന്താണ് പ്രധാനമാണ്. ഇത് സാധ്യമാക്കുന്നത് ഈ ടെക്നോളജിയാണ്. കാരണം ടെക്നോളജി മേക്സ് യു ഫേസ്ലെസ്, എസ്പെഷ്യലി വെൻ യു ഹാവ് പവർ. നിങ്ങൾക്ക് ശക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ടെക്നോളജിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇരകൾക്ക് മുഖമില്ലാതായി പോകും. രണ്ടാമതൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ സാങ്കേതികത സോഷ്യൽ മീഡിയ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് നമ്മളെ ധാരണ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ സർക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം വർദ്ധിച്ചു എന്നുള്ളതാണ്. ഏത് അഭിപ്രായവും ആൾക്കാർ ചിന്തിച്ച് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു. ആ അഭിപ്രായം പങ്കുവെച്ചതിന് ശേഷം ആ അഭിപ്രായം എന്താണ് അഭിപ്രായത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് എന്നുള്ള ആസക്തി അല്ലെങ്കിൽ ആകുലത കാരണം നമ്മൾ തുടർച്ചയായിട്ട് അത് ചെക്ക് ചെയ്യുന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഗ്യാലറിയിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് വാട്സപ്പിലിടും, വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ ആക്കും. എന്നിട്ട് വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ അത് സൂം ചെയ്ത് നോക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ശരിക്കും അത് ഗാലറി തന്നെ അങ്ങ് സൂം ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ വളരെ വിശദീകരിക്കാനാകാത്ത ഒരു പ്രത്യേക തരം മാനസികമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക്, അവബോധത്തിലേക്ക് സാങ്കേതികവിദ്യ അതിൻ്റെ ഗുണപരമായിട്ടുള്ള വശങ്ങൾ ഒഴിവാക്കിയാൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഗവൺമെൻറ്റിന് നമ്മളെ നിയന്ത്രിക്കാനുള്ള വലിയ ശക്തിയും നൽകിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തോന്നും വളരെ വലിയൊരു അരാജകത്വമാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മിഥ്യമായിട്ടുള്ളൊരു ബോധമാണ്. ഗവൺമെൻറ്റിന് കൂടുതൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ സാധ്യമാകുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വേറൊരു ചോദ്യം, നമ്മൾ ഈ സമയത്തിൻ്റെ ഒരു പരിമിതി വന്ന് ഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സഹ്റിൻ്റെ ഈ പുസ്തകത്തിൽ ഓതറുടെ പ്രൊഫൈൽ പിക്ചർ ശ്രദ്ധിച്ചു ഞാൻ. അപ്പോൾ അതിനകത്ത് ഒരു പുസ്തകങ്ങളുടെ ഒരു റാക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സഹ്റു നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് അതിനകത്തുള്ള. ആ റാക്കിനകത്ത് ഒരു ഫോട്ടോ ഒരു ലാബിൽ ചെയ്തിട്ടുണ്ട്. രോഹിത് വെമുലയുടെ ഫോട്ടോ ആണ് അത്. എന്താണ് ഇങ്ങനെ ഒരു പുസ്തകം? ആദ്യത്തെ പുസ്തകമാണ്. തീർച്ചയായിട്ടും പിന്നെ രോഹിത് വെമുലയുടെ സ്റ്റിക്കർ ഇല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ ലഭ്യമായിരുന്നു. എന്തൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് അത്തരമൊരു ഫോട്ടോ എന്ന് വെറുതെ കണ്ടപ്പോൾ തോന്നുന്നു. ആയിരുന്നോ? എന്താണ് രോഹിത് വെമുലയും ആയിട്ട് അതിനെന്തെങ്കിലും കണക്ഷനുണ്ടോ ആ അനുഭവങ്ങളൊക്കെ ആയിട്ട്? ഇല്ലല്ല, ഞാൻ ഇതിപ്പോൾ എൻ്റെ സാഹിത്യ ബോധമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഞാൻ വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരാളാണ്. ഞാൻ അംബേദ്കറാണ് എൻ്റെ ഇന്ത്യ കണ്ടിട്ടുള്ള ചരിത്രത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദാർശനികൻ. ബുദ്ധനേക്കാൾ ഉയർന്ന ദാർശനികത ഉള്ള വ്യക്തിയാണ് അംബേദ്കർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെറുതെ ബുദ്ധൻ കുറച്ച് കാലം മുന്നേ ജനിച്ചതുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. അംബേദ്കർ വാസ് ബിഗർ ദാൻ ബുദ്ധ ആൻഡ് ഇറ്റ് വിൽ ടേക്ക് us a long time to appreciate that fact in all its complexity. അപ്പം ഞാൻ അംബേദ്കർ രാഷ്ട്രീയവുമായിട്ട് അംബേദ്കറിൻ്റെ ദാർശനികതയുമായിട്ട് വളരെയധികം സൗഹാർദ്ദം, വളരെ അതിൻ്റെ ഒരു പിന്നിൽ നടക്കുന്ന ഒരാളാണ്. അംബേദ്കറിൻ്റെ ജനാധിപത്യ വിശ്വാസം ഒക്കെ ഇതിൽ വളരെയധികം. ഇപ്പോൾ ഈ അംബേദ്കറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറഞ്ഞ ബുക്ക്, അനിഹിലേഷൻ ഓഫ് കാസ്റ്റിലാണോ അതോ റിഡിൽസ് ഓഫ് ഹിന്ദുയിസത്തിലാണോ, രണ്ടിലൊരു പറയുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് വെമുല വഴി നമ്മൾ അംബേദ്കറിലെത്തി പറഞ്ഞാണ്. എനിക്ക് തോന്നുന്നത് റിഡിൽസ് ഓഫ് ഹിന്ദുയിസാന്ന് തോന്നുന്നു. അതിൽ പുള്ളി ഈ ഇംഗ്ലീഷ് ഫിലോസഫറായിരുന്ന എഡ്മണ്ട് ബുക്കിനെ കോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, യു കനോട്ട് പണിഷ് എ മൾട്ടിറ്റ്യൂഡ്. നിങ്ങൾക്കൊരു ജനക്കൂട്ടത്തിനെ ശിക്ഷിക്കാൻ കഴിയില്ല. അപ്പം കുറ്റക്കാരൊരു ജനക്കൂട്ടമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നൊരു ചിന്തയാണ്. അത് എഴുതുന്ന സമയത്ത് ഈ ക്രൗഡിനെ കുറിച്ചും മോബിനെ കുറിച്ചും ചിന്തിക്കുമ്പം ഈ മോബിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അധികം ആൾക്കാരും വളരെ നോർമൽ മനുഷ്യരാണ്. ഒരു ജീവിതത്തിൽ അക്രമവാസന എന്നുള്ള വ്യക്തികളൊന്നുമില്ല. പക്ഷേ അതായത് ആണുങ്ങൾക്ക്, ഉദാഹരണത്തിന് നമ്മുടെ സിനിമകൾ എടുത്തു നോക്കാം, വളരെ സൈക്കോളജിക്കലായിട്ട് ഫണ്ടമെൻ്റൽ ലെവലിൽ എടുത്തു, റൂഡിമെൻ്ററി ലെവലിൽ എടുത്ത് നോക്കിയാൽ നമ്മുടെ സിനിമകളിൽ ഒരു പ്രധാന എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹീറോ മറ്റാണുങ്ങളെ തല്ലുന്നതാണ്. ഇതെന്തുകൊണ്ടാണ് നമ്മൾ അപ്പീൽ ചെയ്യുന്നത് നമ്മൾ സ്വന്തത്തോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ ആണുങ്ങൾക്ക് മറ്റൊരാളിനെ തല്ലുക എന്നുള്ളത് വലിയൊരു അഭിമാന പ്രശ്നമാണ്. അല്ലെങ്കിൽ തല്ലാൻ കഴിയും എന്നുള്ള ഒരു ബോധം മറ്റുള്ളവർ സൃഷ്ടിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ജനക്കൂട്ടത്തിന് ഇത്തരം വിഷയങ്ങൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റാണുങ്ങൾക്ക് ഒരാണിനെ ഫ്രീ ആയിട്ട് തല്ലാൻ കിട്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു അവിഹിത ബന്ധം ഒതുക്കി തീർത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി സഹ്റുവിൻ്റെ ആദ്യത്തെ നോവൽ അതിന് JCB പുരസ്കാരത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നു. ക്രോസ്വേഡ് പുരസ്കാരം അതിന് ലഭിച്ചു. വലിയ രീതിയിലുള്ള മറ്റൊരുപാട് വായനാംഗീകാരം അതിന് ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
എന്തൊക്കെയാണ് തുടർന്നുള്ള ഭാവി റൈറ്റിംഗ് പ്രൊജക്ട്സ്? എന്താണ് ഒരു റൈറ്റർ എന്നുള്ളത് ഒരു പ്രൊഫഷനായി സ്വീകരിച്ച ആളായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്ലാൻ കാര്യത്തിലുണ്ടാവുന്ന എന്താണ് അടുത്ത പ്രൊജക്റ്റ്? എൻ്റെ അടുത്ത ബുക്ക് മെയ്യിലോ ജൂണിലോ പെൻഗ്വിൻ ബുക്സ് കൊണ്ടുവരും. ഇറ്റ്സ് കോൾഡ് മേനൻ ഇൻവെസ്റ്റിഗേഷൻ. മേനൻ കുറ്റാന്വേഷണം എന്ന് മലയാളത്തിൽ പറയാം. അതാണ് അതിൻ്റെ ടൈറ്റിൽ. മൂന്നാമത്തെ പുസ്തകം ഒരു 70-80% ആയിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്കൽ സറ്റയറാണ്. കേരളത്തിൽ സെറ്റ് ചെയ്താണ്ടുള്ള ഒരു മുസ്ലിം രാഷ്ട്രീയക്കാരൻ്റെ ഒരു തമാശ. അപ്പോൾ ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സറ്റയർ സെറ്റ് ഇൻ കേരള, ദ തേർഡ് വൺ. The prices don't matter. Prices reflect on jury. പ്രൈസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇരിക്കുന്ന ജൂറിയുടെ മേലെയുള്ള ഒരു റിഫ്ലക്ഷനാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ പ്രൈസ് ഇപ്പോൾ ഒരുപക്ഷെ ക്രോസ്വേർഡ് പുരസ്കാരം കിട്ടിയിട്ടില്ല ഈ നോവലിനെങ്കിൽ ഈ സംഭാഷണം ഈ വേദിയിൽ ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അതെ. പക്ഷേ അത് ഞാൻ പൊതുവെ വളരെ നല്ല കാര്യമാണ്. എനിക്ക് കുറച്ച് കാശും കിട്ടി. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട എഴുത്തുകാർക്കൊന്നും അവാർഡൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ എൻ്റെ പണി തുടരും. എൻ്റെ ജീവിതം വളരെ സാഹിത്യവുമായിട്ട് എനിക്കുള്ള അഗാധമായിട്ടുള്ള സ്നേഹമുണ്ട്. ആ അഗാധ സ്നേഹം വിമർശകരിൽ നിന്നോ ജനക്കൂട്ടത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രൈസ് കമ്മിറ്റിയിൽ നിന്നോ നിരുത്സാഹമോ പ്രോത്സാഹനമോ ഇല്ലാതെ ഞാൻ തുടരും. ഇതുവരെ തുടർന്നിട്ടുമുണ്ട്. തീർച്ചയായും അത്തരമൊരു തുടർച്ചയ്ക്ക് നമുക്ക് എല്ലാവിധ ആശംസകളും നേരാം. തീർച്ചയായിട്ടും കേരളത്തിൽ ജീവിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതി തൊഴിൽ എന്നുള്ള നിലയ്ക്ക് എഴുത്തുകാരനാകാൻ തീരുമാനിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക, പണിയാണ് എഴുത്ത് എന്ന് ബോധ്യമുണ്ടാവുക, ആ ബോധ്യം പരസ്യമായി വിളിച്ചു പറയാൻ തയ്യാറാവുക, അതിനുവേണ്ടി പറയുക മാത്രമല്ല അതിനുവേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുക, പണിയെടുക്കുക. പണ്ട് ഈ ഫോക്നറിനോട് ഇന്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങൾ പ്രചോദനമുള്ള സമയത്ത് മാത്രമാണ് എഴുതാറുള്ളതെന്ന് ചോദിച്ചു. അപ്പം ഫോക്നർ തിരിച്ചു പറഞ്ഞു, ഞാൻ എപ്പോഴും പ്രചോദനമുള്ള സമയത്ത് മാത്രമേ എഴുതാറുള്ളൂ, പക്ഷെ ഞാൻ എന്നും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രചോദിതനാണെന്ന് പറഞ്ഞു. അതാണ് തൊഴിലിൻ്റെ മഹാത്മ്യം. തൊഴിലായിട്ട് തന്നെ കാണണം. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു തൊഴിലായി തന്നെ കണ്ട് അദ്ദേഹത്തിന് മുന്നേറാൻ സാധിക്കട്ടെ. ആ മുന്നേറ്റം മലയാളികൾക്കും മൊത്തം ഭാഷയ്ക്കും, അദ്ദേഹത്തിൻ്റെ ഭാഷയെ പറ്റിയൊക്കെ ഒരുപക്ഷെ ഈ നോവൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ വാക്കുകളും ഓരോ ഫ്രെയിമുകൾ പോലെ വിഷ്വൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന വളരെ മനോഹരമായ ഒരു ആഖ്യാന രീതിയിലാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. അത്തരം വളരെ വേറിട്ട ശൈലിയും വേറിട്ട പ്രമേയങ്ങളുമൊക്കെ ആയിട്ട് സെഹ്റു, നുസൈബ, കണ്ണനാരിയുടെ നോവലുകൾ ഇനിയും സാഹിത്യരംഗത്തിന് മുതൽക്കൂട്ടാകുന്ന വിധത്തിൽ നമ്മുടെ ഭാഷയിൽ നിന്നും നമ്മുടെ ദേശത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. എന്നോട് സംസാരിക്കാൻ തയ്യാറായ സുരേഷും എന്നെ കേട്ടിരുന്ന നിങ്ങളോടും വളരെയധികം നന്ദി.